നമസ്കാരം. തമ്പാനൂർ ഗായത്രി വധക്കേസിൽ പ്രതി പ്രവീണിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച കോടതി 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 മാർച്ച് 5-നാണ് കാട്ടാക്കട വീരണക്കാവ് സ്വദേശി ഗായത്രി എന്ന 25-കാരിയെ സുഹൃത്ത് കൊല്ലം പരവൂർ സ്വദേശി പ്രവീൺ കൊലപ്പെടുത്തിയത്. നഗരത്തിലെ ഒരു ജ്വല്ലറിയിലെ ജീവനക്കാരിയായിരുന്നു ഗായത്രി പ്രവീണും. ജ്വല്ലറി ഡ്രൈവറായിരുന്നു പ്രവീൺ. ഇവിടെ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത്. വിവാഹിതനായ പ്രവീണ് 2 കുട്ടികളുണ്ട്. താൻ വിവാഹിതനും പിതാവുമാണെന്ന വിവരം പ്രവീൺ മറച്ചുവെച്ചെങ്കിലും ഇക്കാര്യം പിന്നീട് അറിഞ്ഞതോടെ ബന്ധം വേർപെടുത്താൻ ഗായത്രി ആവശ്യപ്പെട്ടു. എന്നാൽ വിവാഹമോചനം നേടി ഗായത്രിയെ വിവാഹം കഴിക്കാമെന്ന പ്രവീൺ ഉറപ്പ് നൽകുകയും 2021 ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്തെ വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഗായത്രിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ പ്രവീണിന്റെ ഭാര്യ ജ്വല്ലറിയിലെത്തി ബഹളം വെച്ചതോടെ ഗായത്രി ജോലി രാജിവെച്ചെങ്കിലും ഇരുവരുടെയും ബന്ധം തുടർന്നു. എന്നാൽ പിന്നീട് ഗായത്രിയെ ഒഴിവാക്കാൻ പ്രവീൺ തീരുമാനിച്ചു. പക്ഷെ ഗായത്രി ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഇതോടെയാണ് ഗായത്രിയെ കൊലപ്പെടുത്താൻ പ്രതി തീരുമാനിച്ചത്. തുടർന്ന് 2022 മാർച്ച് 5-ന് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷൻ സമീപമുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ഗായത്രി അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വൈകിട്ട് 5 മണിയോടെ മുറിക്കുള്ളിൽ വെച്ച് ഗായത്രി ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ ചുറ്റിവലിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗായത്രി ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനും പ്രതി ശ്രമിച്ചിരുന്നു. സംഭവ ദിവസം വിഷയം പറഞ്ഞു തീർക്കാൻ എന്ന് പറഞ്ഞ് ഗായത്രി പ്രവീൺ തമ്പാനൂരിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. കാട്ടാക്കടയിൽ സ്കൂട്ടറിലെത്തി പ്രവീൺ തന്നെയാണ് ഗായത്രിയെ കൂട്ടിയത്. തുടർന്ന് തമ്പാനൂരിലെ ഹോട്ടലിൽ എത്തിച്ചു. ഷോൾ കൊണ്ട് കഴുത്ത് കിഴിച്ചാണ് ഗായത്രിയെ കൊലപ്പെടുത്തിയത്. മരിച്ചെന്ന് ഉറപ്പായതോടെ ഉടൻ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഗായത്രിയുടെ ഫോണുമായാണ് പ്രതി കടന്നു കളഞ്ഞത്. കൊലപാതകത്തിന് ശേഷം ബസ്സിൽ കയറി ഇയാൾ പറവൂരിലേക്ക് പോയി. രാത്രി 12:30 ഗായത്രിയുടെ ഫോണിൽ നിന്നും ഹോട്ടലിൽ വിളിച്ച് ഗായത്രി മരിച്ചു കിടക്കുന്ന വിവരം അറിയിച്ചു. ജീവനക്കാർ അന്വേഷിച്ചപ്പോൾ മുറി പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി മുറി തുറന്നപ്പോഴാണ് വായിൽ നിന്നും നുരയും പതയും എന്ന നിലയിൽ ഗായത്രിയുടെ മൃതദേഹം കണ്ടെത്തിയത്. രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ പ്രതി കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടെ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ പൂർണ്ണമായും സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഹോട്ടൽ മുറിയിൽ നിന്നും ശേഖരിച്ച വിരലടയാളങ്ങൾ പ്രതിയുടേതാണെന്ന് കണ്ടെത്തി. പ്രതിയും ഗായത്രിയുടെ ബന്ധുക്കളും തമ്മിൽ നടത്തിയ മൊബൈൽ ഫോൺ സംഭാഷണങ്ങളുടെ സമയക്രമവും പ്രതിയും ഗായത്രിയും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷനുകളും പ്രതിക്കെതിരെയുള്ള തെളിവുകളായി. ഗായത്രിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ ഒരിക്കലും ആത്മഹത്യയുടെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നൽകിയ മൊഴിയും കേസിൽ നിർണായകമായി.